വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. എപ്പോഴും വണ്ടി ഇങ്ങനെ ചെറുപ്രാവുകൊണ്ടിരിക്കും. എടാ, അവന്മാരെ കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ഇനിയിപ്പോ തിരിച്ച് കോളേജിൽ പോയിട്ടുണ്ടാവോ? അങ്ങനെ പറയാതെ പോകുമോ? ഏയ് അല്ലടാ, ഇനിയിപ്പോ ഇടവഴി വല്ലതും കേറിയിട്ടുണ്ടാവോ? നമുക്ക് ആ റൂട്ടിൽ കൂടെ നോക്കടാ. ഇനി അതുകൂടെ അല്ലേ ഉള്ളൂ. എടാടാ, ഇതോ നിർത്ത് നിർത്ത്. എന്താണ് രൂപനെ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ പട്ടി, നീ എവിടെയായിരുന്നടാ? ഞാൻ പേടിച്ചു പോയി. അറിയോ, ഇനി അന്നത്തെ പോലെ വല്ലതും പറ്റിയെന്ന് മുറ്റത്ത്. അങ്ങനെ നിന്നെ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിലേ നിങ്ങളെ മൂന്നും കൂട്ടി ഞാനങ്ങ് പോകും. എന്ത് പറ്റിയടാ? നിങ്ങളെന്താ ഈ വഴി? അറിയില്ലടാ, ബൈക്ക് ഓണായി. പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് ഈ വഴി വന്നത്. നിന്റെ ഫോണിന് എന്ത് പറ്റി? അതെങ്ങനെ ഓഫ് ആവുന്നല്ലോ? അത് അതിന്റെ ഓഫ് ചെയ്താ എന്നെ റേഞ്ചും കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ നല്ല റേഞ്ച് ഉണ്ടല്ലോ. എന്തായാലും കണ്ടില്ലേ. എടാ അറിയാം, നിങ്ങൾ എന്റെ ബൈക്ക് എടുത്ത് വിട്ടോ, ഞങ്ങൾ വന്നേക്കാം. ശരിയാ, ബാ കുഴപ്പമേ. ഇവന്മാർ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ, നാശങ്ങൾ. എടാ അറിയാ, നീ ശ്രേയനെ കോളേജിൽ കൊണ്ടുവിട്ടേക്ക്. അത് നീ ബൈക്ക് എടുത്ത് വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. നീ അവിടെ നിന്നാ മതി. ശ്രേയ, വാ കയറ്. ഞങ്ങൾക്കൊക്കെ മനസ്സിലായിടി അവന്റെ ഫോൺ എങ്ങനെ ഓഫായതെന്നും ഈ വഴി എന്തിനാ വന്നതെന്നും. നിന്നെ ഒന്നും ഞങ്ങൾ ഒന്നിനും സമ്മതിക്കാൻ പോണില്ല. ശരിക്കും ഞാൻ പേടിച്ചു പോയടാ. നീ എന്തിനാണ് പേടിക്കണത്? നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്ത് പറ്റാതെ. നമുക്ക് പറഞ്ഞ പോലെ ഡേറ്റിങ്ങിന് പോയാലോ? എന്നാ ആദ്യം ഫുഡ് സ്പോട്ടിൽ കൊണ്ടുപോവാ. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് നല്ലോണം വിശക്കുന്നുണ്ട്. ആ ഒരുത്തി കാരണം അവനോട് അടുക്കാനും പറ്റുന്നില്ലല്ലോ. എത്ര ശ്രമിച്ചിട്ടും ഇങ്ങനെ പോയാ നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല ശ്രേയ. അവളെ ആദ്യം തുരത്തി ഓടിക്കണം, എന്നിട്ട് അവന്മാരെ ഡയറക്റ്റ് പോയി പറഞ്ഞ റിജക്ഷൻ ഉറപ്പാണ്. കുറവ് ചേരാൻ പോയ പോലെ തന്നെ അവരങ്ങ് അടിച്ച് പുറത്താക്കി. എന്താ ശ്രേയക്കുട്ടി? സീനിയറിന്റെ സസ്പെൻഷൻ കഴിഞ്ഞു. അതിന് ഇത്രയും നിക്കണം മോളെ. നിന്റെ കൂടെ ഉള്ളവര് തന്ന പണി കഴിഞ്ഞ് ഞാൻ വന്നതേ ഉള്ളു. ഇനി ഞാൻ അങ്ങോട്ട് നിക്ക് ശ്രേയ, ഞാനൊന്ന് പറയട്ടെ. നീ അവിടെ ഇരിക്കേ. അത് സീനിയർ ഇരിക്കുന്നതാ? പതുക്കെ, കൊച്ചു പേടിച്ചു പോകൂടാ. എന്താ നിങ്ങൾക്ക് വേണ്ടുന്നേ? ഞാൻ പറട്ടെ. നിനക്ക് ആൾക്കാരെ ഇഷ്ടമാണ്, ബട്ട് അതേ ഉള്ളതുകൊണ്ട് അത് നടക്കുന്നുണ്ടല്ലോ. അത് അങ്ങനെയൊന്നുമില്ല, അവരെന്റെ ഫ്രണ്ട്സാ. ബാക്കിയുള്ളവര് നിന്റെ ഫ്രണ്ട്സ്. ആൾട്ടോ നിനക്ക് അങ്ങനല്ല. നിനക്കങ്ങനെയാണോ? എന്നെ നമ്മൾ സെറ്റാക്കി തരാം. പറയണത് മാത്രം കേട്ടാ മതി. എന്താ? നിനക്ക് അവനെ ഇഷ്ടമുള്ളത് പോലെ തന്നെ എനിക്ക് ആ മേരിയെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. എനിക്കത് വേണം. ഞാനത് ചെയ്യണ്ടേ? ഞങ്ങൾ പറയുന്ന പോലെ നീ ഒന്ന് ചെയ്താൽ മതി. അങ്ങനെയാണ് നിനക്ക് നിന്റെ ചേക്കരയും കിട്ടും, ഇവൻ അവളെ കിട്ടും. പിന്നെ നിനക്ക് അവളോട് ഒരു ശല്യമാണില്ല. കറക്റ്റ്, ഞാൻ സ്മൂത്തായിട്ട് മാറ്റിത്തരാം. നീ ഇപ്പൊ നിൽക്കുന്നത് പോലെ തന്നെ അവരുടെ കൂടെ നിന്നാൽ മതി. ഞാൻ നിക്കാം, എനിക്കങ്ങനെ വേണം. എനിക്ക് പോട്ടെ. പൊക്കോ. അയ്യോടയ്യ, എന്താ പ്ലാൻ? നിനക്ക് എന്തായാലും കിട്ടട്ടെ, സ്നേഹിച്ച് വളർത്താനും നിന്നറിയാം. എന്ത് ചെയ്യാൻ പോകുന്നു? അതെ, എനിക്ക് വളർത്താനുണ്ട്. മനസ്സ് കീഴാൻ തന്നെ. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഉണ്ടാക്കി വെച്ച് ഉന്നയിച്ചത് ഒറ്റ നിമിഷം കൊണ്ടാണ് പറഞ്ഞത്. അവിടെ വെറുതെ കിടക്കുന്നെങ്കിൽ എടാ, അവന്മാർ അവിടെ ഉള്ളത് സൂക്ഷിച്ചു വേണം. ഇത് ആ പോയെ അവള് മതി എല്ലാം ഇല്ലാതാക്കാൻ. അപ്പൊ ശരി നോക്കണേ, നാളെ പതിയെ പോണേടാ. വന്നോ കറങ്ങും കഴിഞ്ഞ സോഴക്കുഞ്ഞ്? അമ്മ വേണ്ട വേണ്ട, ആ എരി വിളിക്കാൻ
വിളിക്കണം കേട്ടിട്ടെന്നെ വിളിക്കണ്ട. ഇല്ലേ, നീ ഫുഡ് കഴിച്ചതല്ലേ? അച്ഛനാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എവിടെ തന്തപ്പടി? ഞാനൊന്ന് നോക്കട്ടെ. ആമിയേ, ഹലോ മിസ്റ്റർ തന്തപ്പടി, എന്താണ് ഈ നേരത്തൊരു ഉറക്കം? അതോ ഒരു തലവേദന. ഏ ഏ ഏ ഏ എന്താണ് ഇത്ര ഞെട്ടാനുള്ള? അമ്മ അപ്പുറത്ത് നിൽക്കുമ്പം എങ്ങനെയാ ചില തലവേദന വരാമെന്ന് ആലോചിച്ചതാ. കുരുട്ടടക്കേ, അവള് കേൾക്കണ്ട, താഴെടുത്തിങ്ങ് വരും. അച്ഛാ, കുറച്ചു നേരം ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ. അതിനെന്താ മാമേ, നീ വാ. അച്ഛാ, ഞാനൊരു മോനായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും. തിരിച്ചു നോക്കി, മോളായിരുന്നാലേ ഇങ്ങനെ ആയിരിക്കുമോന്ന്. നീ ശരിക്കും ഒരാളല്ലേടി. അച്ഛേ, തമാശിക്കല്ലേ? തമാശിച്ചാലേ, കാര്യമായിട്ട് ഞങ്ങളുടെ ആൺകുട്ടിയല്ലേ നീ. ആ ലേഡി ഗേൾഫ്രണ്ടിനെ കൊണ്ടാക്കിട്ടെ കേറും ചേട്ടായി വന്നു. അതെന്താപ്പ അങ്ങനെ ഒരു ടോക്ക്? ഏടാ, ഈ രാത്രിയൊക്കെ കൊച്ചിനെ കൊണ്ട് കറങ്ങാൻ പോയി അവരെന്ത് വിചാരിക്കും? ചിലപ്പോ പുറത്തു കാണിക്കാത്തായിരിക്കും. വിചാരിക്കും. നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരാ അവര്. അവരങ്ങനെ വിചാരിക്കും. അപ്പേ, എടാ മോനെ, അവളെ നാളെ കൂട്ടിട്ട് വാടാ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവളാണെങ്കിൽ നല്ല രസമാ. അതെന്തിനാ അപ്പ അവിടെ പോകുന്നു? ഒരു മീറ്റിംഗ് ഉണ്ടടാ. എങ്ങോട്ടാ? വെള്ളം കുടിക്കണോ പിതാജി? എന്നാണ് ഞാൻ കാറ് വെക്കും. അല്ലമ്മേ, വേണമെങ്കിൽ വരുമ്പോളായിട്ട് കൊണ്ടുവരാം. ആ പാവം കൊച്ചിന്റെ ജീവൻ നശിപ്പിക്കാനേ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. അവൾ പറഞ്ഞത് സത്യമല്ലേടാ. രണ്ടും കൂടെ എനിക്കിട്ട് വെക്കിട്ടാ. ഞാൻ റൂമിൽ പോവാ. ഹലോ, എന്താടാ? എടാ, കുപ്പി കിട്ടിയിട്ടുണ്ട്, നീ ചാടിക്കോ. സ്കൂളോട്ട് വരാതെ. എടാ, ലൈറ്റ് ഹൗസ് ദാ എത്തി. എന്താ നല്ല മഴ, കട്ടൻ മൂവി, മഴ, തണുപ്പ്. ആഹാ, എന്താ രസം. അപ്പൊ തുടങ്ങാം കലാപരിപാടി. ആരോടെ എന്റെ വഴിയുടെ നടക്കുന്നുണ്ടെന്ന് റോഡ് പണിഞ്ഞത്തേക്ക് എടുത്തു മാറ്റണോ? പിതാജി വീടിന്റെ കളറൊക്കെ മാറ്റിയോ? സൂപ്പർ. ഡോർ എവിടെയാണ്? വേണ്ട, ഇരിക്കും. ജനാല മതി. ഇനി അത് വലിഞ്ഞു കയറണമെന്ന് എനിക്കതൊക്കെ നിസ്സാരം. പോയിരിക്കുന്നു. വീട് മാറി കേറിയല്ലോ. മൂവി കാണാനല്ലേ? കാണിക്കേട്ടാ. എന്റെ കൊണ്ടാട്ടീനെ കാണാൻ വേണ്ടി കുടിച്ചിട്ടുണ്ടോ പട്ടിനി? അല്ല, ഏത് കൊണ്ടാട്ടി എനിക്കറിയാതെ? അല്ലാതെ എനിക്ക് വേറെ ഏത് കൊണ്ടാട്ടിയാടി പെണ്ണേ? മാറുന്നേപ്പാ, അവന്റെ പൊണ്ടാട്ടി. അങ്ങനെ നീ ഇപ്പൊ കെട്ടിയും കളിക്കണ. വീട്ടിൽ പോയേ ഞാനിതൊന്ന് കാണട്ടെ. അങ്ങനെ ഞാനല്ല ഞാൻ വന്നത്. ഇങ്ങനെ എന്റെ കൂടെ ഇവിടെ നിൽക്കാൻ വേണ്ടിട്ടാ. ഈ കുഞ്ഞിനെ ഞാൻ ചോട്ടി താഴിടും. നീ വാങ്ങുവേ. അല്ല, മുകളിൽ വെള്ളം കുടിച്ചിട്ടാണോ ബൈക്കിനെ കുടിച്ചു വന്നേ? അതിനിപ്പോ എന്താ മേഡാർലിങ്, റൈഡർ അല്ലേ? ഓ, റൈഡർ. എന്നിട്ടാണ് മണ്ണ് കെട്ടി കൈ കുടിച്ചു വന്നത്. ഏതൊരു പോലീസുകാരൻ ഒരവത്തം പറ്റും. നീ ആ ലാപ്പിന്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് ബെഡിലിരുന്ന് കാണാം. ശരി ശരി, ഇത് കണ്ടിട്ട് പൊക്കോണം കേട്ടല്ലോ. നോക്ക്, തല മൊത്തം നനച്ചു വെച്ചേക്കാം. അവിടെ പോയിരി. വേഗം ആ തോർത്തിനടുത്ത് തോർത്തിട്ടാവണ്ടാട്ടി. എടാ അക്ക, നിന്റെ അണ്ണാക്കിന് തോർത്ത് കുത്തിക്കേറ്റി വെക്കണ്ടെങ്കിൽ മിണ്ടാണ്ട് അവിടെ ഇരുന്നു. നിനക്ക് എന്താടി എന്നോട് സ്നേഹമില്ലാത്ത? ഞാൻ നിന്റെ കുഞ്ഞിലേടി. നിന്റെ നനവ് എന്റെ മേത്തോടായപ്പോ എന്തൊരു തണുപ്പാ. മാട്ട ചെറുക്കൻ. എന്നീ പറഞ്ഞിരുന്നോടി. അത് തന്നെയാ ചെയ്യാൻ പോകുന്നേ. നീ
എനിക്ക് മാത്രം കിട്ടുള്ളൂ എല്ലാത്ത റൊമാൻസാണ്. അതിനിപ്പോ എന്താ, നല്ലതല്ലേ? വളരെ നല്ലതാ മനുഷ്യന്റെ മൂട് കളയാൻ. എലിക്കുഞ്ഞെ, നീ എന്തിനെങ്ങനെ ടൈറ്റാക്കി പിടിക്കണേ? ഓടി കുഞ്ഞേ, എനിക്ക് എന്തൊക്കെ ഫീലാവുന്നത്. എടാ, നീ പിടിവിട്ടെ, അങ്ങനെയൊന്നും ചിന്തിച്ചൂടാ. ആമി ആനങ്ങല്ലേ, അങ്ങനെ ഇരിക്കേ. ആമി, സമയം കണ്ടോ നീ? എണ്ണിക്കണില്ലേ? ആമി, ആ എണ്ണീക്ക വരുവാ. ഇതെന്താ തടയുന്നേ? ഇങ്ങനെ പോയില്ലായിരുന്നു? എന്താടി ഇവിടെ സൗണ്ട്? ഒന്നുമില്ല, ഞാൻ വരുന്നു, അമ്മ പൊക്കോ. ആ ശരി, നീ താഴോട്ട് വാ. അവിടെ എനിക്കുഞ്ഞേ, എണ്ണിക്കണം പട്ടി തേണ്ടി. എന്താണ് രാവിലെ നീ എന്റെ അടുത്തോട്ട്? പൊണ്ടാട്ടിന് കോഫി കുടിച്ചാൻ കൊണ്ടുവന്നതാ. ശോ, മറന്നുപോയോ ഇന്നലെ നമ്മളെ കല്യാണം? ആണോ? നീ വാടി പെണ്ണേ. അവിടെ മരത്തടയാ, എണ്ണിക്കടാ അവന്റെ. എനിക്ക് എന്താ രാവിലെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? എവിടെ പട്ടി, നീ ഇന്നലെ കുടിച്ചിട്ട് എന്റെ കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങിയത്? നിന്റെ കൂടെയോ? ഞാൻ എന്റെ വീട്ടിലോട്ടല്ലേ പോയി. പിന്നെ ഞാനാണല്ലോ നിന്റെ വീട്ടിലോട്ട് വന്നേ. ഈ വെളിവും ബോധം ഇല്ലാത്തതിനൊക്കെ എന്റെ കർത്താവേ. എന്നിട്ട് ഇന്നലെ എന്നോട് കാണിച്ചു കിട്ടിയതൊന്നും ഓർമ്മയില്ല മോനെ. ഞാനെന്താ, എനിക്ക് അത്രയ്ക്ക് ബോധമില്ലായിരുന്നു. പറഞ്ഞു. എന്നിട്ടാടാ ഇവിടെ കേറിയ നീ? ഇനി നീ കുടിച്ചിട്ടെ എന്റെ അടുത്തോട്ട് വരാതിരിക്കാനേ ഒരു പണി തരാം. ശരിക്കും ഞാൻ എന്തോ ചെയ്ത് കൊടുക്കണമെന്നേ? കിസ്സോ അതോ മറ്റെന്തെങ്കിലും? പറയണേ. കിസ് മാത്രമോ? ഒന്നുമില്ലെന്ന് നമ്മുടെ സ്വന്തല്ലോടാ. എന്നോടൊക്കെ ഇങ്ങനെ ചെയ്യാമോ? എടി സോറി, എന്നെ സ്വഭാവത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ? നിനക്കറിയില്ലേ എന്നെ? ഇത് ഭാഗം തന്നെ അത് ഒന്നും വേറെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അല്ല, അപ്പൊ നിന്റെ കഴിച്ചതോട് അങ്ങനെ ബൈക്കുന്നതാണോ? അച്ഛൻ്റെ അടുത്ത് പോകും. ഇതിപ്പോ എവിടുന്ന് പാട് വരാനാ? ഈ ഉറക്കത്തിലെങ്ങാണ് അവൻ ശരിക്കും ബൈറ്റ് ചെയ്തോ? കോഴിക്കുഞ്ഞ് സോറി, അറിയാതെ പറ്റിപ്പോയാ. നീ എന്നോട് കൊണ്ടായിരിക്കൊന്നും ചെയ്യല്ലേ. ബോധമുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യൂല. ക്ഷമിക്ക്, സോറി. ഞാൻ എന്ത് വേണമെങ്കിലും നീ പറയണ കേട്ടോളാം. എന്തും ചെയ്യോ? എന്തായാലും കുടിക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ചൊക്കെ ആയിക്കോ, പറ്റൂ? ആ ശരി, ഞാൻ ഇനി ഫിറ്റാവുന്ന പോലെ കുടിക്കൂല, സത്യം. എന്നെ തൊട്ട് സത്യം ചെയ്യാൻ കുടിക്കത്തില്ലാന്ന്. എന്റെ കോഴിക്കുഞ്ഞാണേ സത്യം. ഞാൻ ഇനി ഫിറ്റാവുന്ന പോലെ കുടിക്കൂല. അയ്യോ, പ്ലാൻ വിജയിച്ച്. എന്റെ പൊട്ട എലിക്കുഞ്ഞെ, നീ എന്നെ അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്ക് തന്നെ അറിയാം. എടാ, ഒന്നും ഉണ്ടായിട്ടില്ല. നിന്റെ കൂടെ നിർത്താൻ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരു കോഴിക്കുഞ്ഞെ, നേരത്തെ പാട്ടി, ഇവളെ ഞാൻ അല്ലടി. ഇനി ഞാന് ശരിക്കും അങ്ങ് ചെയ്യാൻ പോവാ. നോക്കുക നീ. എലിക്കുഞ്ഞെ, വേണ്ട, പോടത്തരപ്പ. ഞാൻ ഉച്ച വയ്ക്കും. മാറണം, ഊരഭൂതമേ. കോഴിക്കുഞ്ഞെ, എനിക്ക് ഓർമ്മ വന്നു. ഇപ്പൊ നീ പറഞ്ഞത് ചുമ്മാ അല്ല. നിന്നെ ഞാൻ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യുന്ന ടൈമില് നിനക്ക് ഉറക്കം വരുന്നു വന്ന് നീ കിടന്നു. ഞാനിത് കണ്ടു തീർത്തിട്ട് കിടന്നു പോയെന്നും പറഞ്ഞു. അപ്പൊ ഒരു സീൻ വന്നു. എടാ, നീ ഉണ്ടാക്കി പറയുന്നു. സത്യം പറടിങ്കോ. എടി സത്യം, നീ ഒന്ന് ഓർത്തു നോക്ക്. നീ കിടന്നത്, അത് കഴിഞ്ഞ് ആ സീൻ കണ്ട് അപ്പോഴത്തെ മൂടില് നിന്നെ നോക്കി. നീ നല്ല ഉറക്കായിരുന്നു. പകുതി ഞാൻ അടച്ചിട്ട് നിന്റെ അടുത്ത് വന്ന് കിടന്നു. ഡിങ്കു, ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ പറയാൻ പറ്റില്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. പോയി. എടി, നിന്റെ കഴുത്തിലുള്ള പാട് ശരിക്കും ഉള്ളതാ കുരുപ്പേ. വിശ്വസിക്കുന്നേ, ഞാൻ തമാശ പറഞ്ഞതല്ല. നിന്റെ അടുത്ത് വന്ന് കിടന്നു. ആ സീനും കൂടി ആയപ്പോ ഞാൻ തന്നെ നിന്നെ ബൈറ്റ് ചെയ്തത്. അപ്പോൾ പാട് ആരുടെ മണ്ടേന്ന് കടിച്ചു വായിച്ചിട്ട് മണ്ടയ്ക്ക് കയറി നിൽക്കുന്നു നോക്ക്. സോറി, ഞാൻ ഈ രാത്രി നിന്റെ അടുത്തോട്ടേ ഇല്ല. എന്റെ പൊന്നോ, നിന്നോട് പ്രസംഗം ഞാനല്ലേ. പിന്നെ എനിക്കത് ബുദ്ധി നിൽക്കാതെ പോടാ. ഇന്ന് ഞാനൊന്നുമില്ല കോളേജിലോട്ട് ഈ പാടും വെച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ മതി.
ആമി എവിടെയാടി നീ? ഞാൻ ദാ അങ്ങോട്ട് വന്ന് നല്ലത് കിട്ടും. ഇറങ്ങി വന്നു നീ. വന്നു ഇറങ്ങി പോണോ ഒന്ന്? തുറക്കടി കഥകൾ ഒളിക്കിടിങ്കോ. പെണ്ണ തുറക്കാൻ.